ഫസ്റ്റ് കാര്യം എനിക്കൊരു പെണ്ണിനെ സെറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വല്ല കസ്റ്റമർ കെയറിലുള്ള പെൺകൊച്ചിനെ നോക്കാം. അത് എന്നെ മാത്രമല്ലല്ലോ വിളിക്കുന്നത്, നാട്ടുകാരെ എല്ലാം വിളിക്കൂലേ. എനിക്ക് അത് വേണ്ട. റൊമാൻറ്റിക് അല്ലെന്നാണ് പറയുന്നത്. റൊമാൻറ്റിക് പോയിട്ട് സിറ്റിയിൽ വന്നെന്ന് എന്നോട് സംസാരിക്കാനോ എന്റെ കൂടെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പോട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിലേ പോലും മലയാളി. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ ഒരു സാധനം വേണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും DC ട്രോൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ അമ്മ വന്നിട്ടുള്ളത് വാസണ്ണൻ്റെ കൂടെയാണ്. വാസണ്ണനും അതുപോലെ തന്നെ ബാബുസേട്ടും തമ്മിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു RP സിറ്റുവേഷൻ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ റിയാക്ഷനായിട്ട് വന്നിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാസണ്ണൻ്റെ കിക്കിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാബുസേട്ടിൻ്റെ കിക്കിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ലൈവ് ഡയറക്റ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിക്ക് പോയിട്ട് ലൈവ് കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ പറയണ കേക്ക്, കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക്. ഫസ്റ്റ് കാര്യം എനിക്കൊരു പെണ്ണിനെ സെറ്റ് ചെയ്യണം. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യുന്ന വ്യക്തിയല്ലേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണ്. ഇനിയും ഒരുപാടായില്ലേ മലയാളി. സൂസൻ എലി, ഞാൻ ഇനി ആര് അടുത്തതാരേ? മലരി തുടങ്ങി പൊരിയിൽ അവസാനിച്ച് നിൽക്കുകയാണിത് ഇപ്പൊ. പൊരിയല്ല, അയ്യോ എടാ ഞാൻ പറയണ കേക്ക് നിന്നോട്. എടാ ഇവരുടെ അടുത്തൊന്നും എനിക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. എന്തോന്ന് എടാ ബാബു, അതല്ല. അയ്യോ വിഷയം. മലയാളിയുടെ പ്രതീക്ഷ എന്തിനൊന്നും ക്ലൂതാ. എന്നെ കൊണ്ട് നോക്കാൻ പറ്റണാണെങ്കിൽ നോക്കിട്ട് കൊണ്ടുവരാം. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞില്ലേ, ഞാൻ പ്രതീക്ഷിക്കുന്നത് കെയർ, അങ്ങനത്തെ കാര്യങ്ങൾ. എന്നെ ഡെയിലി വിളിക്കുക, സംസാരിക്കുക, 5 മിനിറ്റെങ്കിലും എന്റെ അടുത്ത് കാണാം. അങ്ങനെയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വല്ല കസ്റ്റമർ കെയറിലുള്ള പെൺകൊച്ചിനെ നോക്കാം. അത് എന്നെ മാത്രമല്ലല്ലോ വിളിക്കുന്നത്, നാട്ടുകാരെ എല്ലാം വിളിക്കൂലേ. എനിക്ക് അത് വേണ്ട, എനിക്ക് മാത്രമായിട്ട് കിട്ടണം. ഇത് ജോലിയായിട്ട് പറയാം. എന്തായാലും വരുന്നവര് വിളിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എടാ അതല്ലടാ, ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് മനസ്സിലാക്ക്. എനിക്കറിയാം, ഒരു തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് നിന്നെ എല്ലാ വർഷവും ഞാനിങ്ങനെ വിളിച്ചിട്ട് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തതാ എന്ന് പറയുന്നത് അതൊരു ചെറ്റത്തരാന്ന് എനിക്ക് അറിയാം. പക്ഷെ എന്നാലും എടാ നീ പറയണ പോലെ ഞാനും അപ്പാർട്ട് ഫ്രം ലീഡർ ഒക്കെ ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ, വികാരങ്ങളും വിഷാദങ്ങളും ഒക്കെ ഉള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ എല്ലാ കാര്യവും കറക്റ്റ് നടന്ന് ഡെയിലി ചിറ്റി വരാൻ പറ്റിയാലോ. ഞാൻ ഇപ്പോഴാണ് കൺമണിയുടെ വില അറിയുന്നത് കേട്ടാ. സത്യം എന്തായിരുന്നു ആ വില ഒന്ന് പറഞ്ഞുതരോ? പുല്ലുവില. പുല്ലുവില. അയ്യോ ആളില്ലല്ലോ ഇപ്പൊ. എന്റെ മോനെ. എടാ ശരിക്കും പറഞ്ഞ എടാ ഒന്നും വേണ്ടടാ, നമുക്ക് അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല. സൗന്ദര്യ സങ്കല്പോ അങ്ങനെ ഒന്നും ഇല്ല. പെണ്ണ് കിട്ടിയാ മതി, അതായിരുന്നു നമ്മുടെ ഒരു ഇത്. പക്ഷെ ഈ പറയണ പോലെടാ എലിയുടെ കാര്യത്തിൽ എനിക്ക് എലിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ തീരെ ഒന്നും കിട്ടുന്നില്ല അവിടെ നിന്ന്. എലിയുടെ സൈഡിൽ കൂടെ പ്രതീക്ഷിച്ചാണ് മലയാളി. ഇനിയിപ്പോ മലയാളി ഭയങ്കര മറ്റേ ഗളിപ്പനാവണോണ്ടുള്ള പ്രശ്നമാണോ? ഞാൻ എലിയുടെ അടുത്തൊക്കെ ഞാൻ വാവേന്നാ വിളിക്കണ അവളെ. നിനക്കറിയാവോ ഇത് പുറത്ത് ആരെങ്കിലും കേൾക്കെ പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ വാവേന്നാ വിളിക്കുന്നത്. ഞാൻ സേവ് ചെയ്തേക്കുന്നത് എലിവാവേന്നാണ്. എലിവാവ. ഫോൺ എടുത്താൽ ഞാൻ വാവേന്ന് വിളിച്ചേ സംസാരിക്കുള്ളൂ. എന്നോട് എങ്ങനെ ഇനിയും റൊമാൻറ്റിക് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റും? റൊമാൻറ്റിക് പോയിട്ട് സിറ്റിയിൽ വന്നെന്ന് എന്നോട് സംസാരിക്കാനോ എന്റെ കൂടെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പോട്ടെ. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയതാ? അപ്പൊ മറ്റേ റൂം എടുത്തിട്ട് അങ്ങനെ പോയതോ? ജൂം എടുത്തതൊന്നുമല്ല. ഇവിടെ മറ്റേ അന്ന് മറ്റേ ഇത് കിട്ടിയില്ലേ, വിഷയാണ് കേട്ടോ. അന്ന് ഇവന്റിന് പോവാന്ന് പറഞ്ഞ അതിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും പാടി ഇരുന്നല്ലാതെ ഒന്നും നടന്നില്ല ബാബു. നടക്കണ്ട, എനിക്ക് നടക്കാനല്ല പറയുന്നേ, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം. മനസ്സിലായോ? സ്നേഹം, കെയർ, അന്വേഷണം, ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നൊരു സാധനമല്ലേ ബാബു? ഇതൊക്കെ ഉണ്ടെങ്കിലേ പോലും മലയാളി. പക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ ഒരു സാധനം വേണം.
ഈ വർഷം ഞാൻ അമ്മേനെ പറയുന്നത് sorry. ആ സാധനമൊക്കെ എന്റെ ഉണ്ട്. ഈ ആർപി ആണ് നമുക്ക് കാണേണ്ട ആർപി കേട്ടോ, വിഷയ ആർപിയാണ്. എന്താ മോനെ ബാബു ഈഗിൾ കോംബോ ന്യൂ ഇയർ റെസൊല്യൂഷൻ വിഷയം. എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇത്രയും നാള് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ച പോലെ ഈ വർഷം ബുദ്ധിമുട്ടിക്കല്. ഞാൻ മുഖത്ത് നോക്കി തിരിഞ്ഞു നിൽക്കാം. അല്ല അതാകുമ്പോ നിനക്ക് നാളെ ബാക്കിയുള്ളവരോടെങ്കിലും പറയാമല്ലോ ഞാൻ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ടില്ലെന്ന്. മല്ലി എന്റെ അലി കഴിഞ്ഞ വർഷം ഞാൻ മലയാളിയെ പറഞ്ഞ പോലെ പറഞ്ഞു മലയാളി സിറ്റിയിൽ വരാത്ത പോലെ ഈ വർഷം ഞാൻ മലയാളിയെ പറഞ്ഞു സിറ്റി വരാതാക്കൂല. അതാണ് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. വേറെ ഏതാ ബാബു? പിന്നെ മലയാളിക്ക് പെണ്ണ് കിട്ടിയ എനിക്ക് ഒരു പെണ്ണ് കിട്ടണമെന്നുണ്ട്. ഉള്ളതാണ് കൊറേ നാളായില്ലേ മലയാളി ഈ സൈറ്റിലുള്ള കമ്പിയിലൊക്കെ എണ്ണയും ഗ്രീസും ഇട്ട് നിർത്തുന്ന മലയാളി. എനിക്കും വേണം പെണ്ണ്. കൈയൊക്കെ തഴമ്പിച്ച മലയാളി. എനിക്കപ്പോ കൈ വേദന ശരീര വേദനയൊക്കെ വരുമ്പോ മരുന്നിടാനും കൂടെ മുല്ലിന്റെ വിചാരിച്ചത്. ഞാൻ എണ്ണ ഗ്രീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചതാണ്. സൈറ്റ് പണി വിഷയം ബാബുക്ക് വേറെ ലെവൽ. എനിക്ക് പെണ്ണില്ലാതെ നിനക്ക് പെണ്ണ് വന്നാ എനിക്ക് ഭയങ്കര ഈഗോ വരും. എല്ലാത്തിനോടും അങ്ങനെയല്ലേ മലയാളി. അത് എനിക്ക് അറിഞ്ഞൂടാ ബാബു, അത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് നീ പെണ്ണൊക്കെ ആയിട്ട് നീ ആലോചിച്ച് നോക്കിയേ, നീ പെണ്ണൊക്കെ ആയിട്ട് ഇതുവഴി നടക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ രാത്രിയാകുമ്പോ എനിക്ക് തോന്നുന്നു പണിക്ക് വന്ന ബംഗാളിക്ക് വരെ പെണ്ണായി. ഞാൻ മെന്റലി ഡിപ്രസ്ഡ് ആയി പോടാ. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അതിനെ പറ്റി. അല്ല അത് മാത്രമല്ല മലയാളി, ആലോചിച്ചോക്ക് എന്റെ റൂമില് എന്റെ ഈ പെണ്ണിനെയും കിടത്തിയിട്ട് അപ്പുറത്തൊരു കരിയനായ മലയാളി ഇട്ടോണ്ട് ഞാനെങ്ങനെ ജോലിക്ക് പോകും? എടാ അവിടെ നിനക്ക് തെറ്റി ബാബു, നിനക്ക് അവിടെ അവിടെ നിനക്ക് തെറ്റി. കെട്ടിക്കൊണ്ട് വന്നാ അവള് പിന്നെ എനിക്ക് ആരാന്നാ അത് പറഞ്ഞപ്പോഴേ ഓർത്തത് ചന്ദ്രനെ തട്ടിയിട്ട് അലീനെ നോക്കണം. അത് നല്ലൊരു ഇതുണ്ട്. പുറത്തോട്ട് ചിന്തിക്കണേ. അലീന നല്ല കെയർ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അലീനയ്ക്ക് മുലയാളിയോട് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ പൊട്ടം ബോട്ട് ടെൻഡറെ വന്നോണ്ടാണ്. അയ്യോ ചന്ദ്രന്ന് കേക്കണ്ടോ അതൊന്നും. സിറ്റിയിൽ ഇല്ലാതായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അലീന നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അലീന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞതുപോലെ പാൽപ്പായസം ആണെങ്കിലും നായ നക്കിയാ പോയില്ലേ. നായ നക്കിയിരുന്നെങ്കിൽ പിന്നെ അയ്യോ എന്റെ പൊന്നോ, ജാതി കൗണ്ടർ കേട്ടോ. സിറ്റിയിൽ ഒരു പെങ്കൊച്ചിന് എന്നോടൊരു താല്പര്യം ഉണ്ട്. മറ്റേ ദേവക്കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു പെങ്കൊച്ചിന്. പെങ്കൊച്ചാണെന്ന് ആദ്യം കൺഫേം ചെയ്യണം കേട്ടോ. അത് പെങ്കൊച്ചാണ്, കൺഫേം ആണോ? പെണ്ണിന്റെ രൂപം, പെണ്ണിന്റെ ശബ്ദം, പിന്നെ അതിൽ കൂടുതൽ എന്താ പെങ്കൊച്ചാവണോ? ഇല്ല, കാലം 2024 ഒന്നും കിട്ടാതിരുന്നാ മതി. ശരിയാണ്. രണ്ടാമത്തെ കാര്യം അല്ല, അത് എടാ അത് റിയൽ ലൈഫിലല്ലേ, ഞാൻ ഇതിനകത്ത് കാര്യം പറഞ്ഞേ. രണ്ടാമത്തെ ഒരു മിനിറ്റ് കോള് വരുന്നേ. ഹലോ, എന്നെ വിളിച്ച് ഞാൻ അടുത്തില്ലെന്ന്. വിഷയട്ടാ വാസണ്ണനും ബാബും കൂടിയുള്ള ഈ ആർപി, ഇതുപോലെയുള്ള ആർപിയാണ് കുഞ്ഞേ വേണ്ടത് കേട്ടോ. വിഷയം വീഡിയോ ഒന്നും പറയാനില്ല. ഇതാരെ വിളിക്കുന്നത് മിണ്ടുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എനിക്കൊരു കൊച്ചിന്റെ ക്യൂട്ട്നെസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സമ്മതിക്കൂല തള്ള. ഹലോ 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 ഹലോ, ആരാ ഇത് വിളിച്ചുണ്ട്? കൊയലപ്പോ ഏതോ പെണ്ണായിരുന്നു. പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ കട്ടായും ചെയ്ത്. ഹലോ ഹലോ
ഹലോ കേക്കുന്നില്ല കേട്ടോ, കേക്കുന്നില്ല. ഞെക്കിപ്പിടിക്ക്. ഹലോ, വിട്ടുപിടി. ഹലോ, സംസാരിച്ച ഓ അത്തിപ്പഴം പഴുത്തപ്പോ കാക്കയുടെ വായി പുണ്ണ്. അയ്യോ അതും പോയാ വിഷയം. തിരിച്ചു വിളിച്ചു. വിഷയട്ടാ ബാബു വാസണ്ണൻ കോംബോ വേറെ ലെവലട്ടാ, വേറെ ലെവൽ. എലിയല്ല എലി ഗോവയിലാണ്. ബാബ ഗോവയിലാണ് ഗൈസ്. ഒന്നുമില്ല ഒരു മിനിറ്റ് ബാബു. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു കൊച്ചിനോട് ഒരു ക്രഷ് ഒക്കെ തോന്നി, ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നി. പക്ഷെ സംസാരം മാത്രമേ ഉള്ളൂ, മനസ്സിലാവത്തില്ല. കുക്കു. Wanna talk to you. വാണ Wanna talk to you. I want to talk to you. പൊന്നു ബാബു ഇജ്ജാതി കൗണ്ട് ഡൗൺ ടൈം. വാണ ടോക്ക്. അങ്ങനെ ഒരുത്തൻ Wanna talk. എന്നാലും അതാരായിരിക്കും? അത് മലയാളി വിളിച്ചത്. ഇംഗ്ലീഷാണ്. നിനക്ക് മലയാളമെങ്കിലും അറിയാമോ? ബംഗാളി. മോനെ വിഷയം. മറ്റേ കുക്കൂല്ലേ മലയാളി, കുക്കൂനെ ഇവിടെ കൊറേ ചീറ്റ പിള്ളേരോട്ട് കൂട്ടുകിട്ടുണ്ട് മലയാളി. നമുക്ക് നിർത്താം, വീട്ടിൽ കെട്ടിയിടാം. പക്ഷെ എന്നാലും കുക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി, കുക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടിന് നല്ല തെറി വിളിയും കണ്ണെടുത്ത് അടിയാൻ മലയാളി. ഉള്ള പള്ളിക്ക് പുറമെ വലിയ പള്ളി കിട്ടും. നല്ല നോട്ടം ഉണ്ടല്ലേ? അയ്യോ ബാബു എനിക്ക് നോട്ടമൊന്നുമില്ല. പിന്നെ നല്ല നോട്ടം ഉണ്ടല്ലേ? അങ്ങനല്ല, മലയാളം അറിഞ്ഞിടത്തൊരു കൊച്ചല്ലേ, രക്ഷിക്കാന്ന് വിചാരിച്ചേ. എന്റെ പൊന്നു പറഞ്ഞാ കേക്കൂല, അനുഭവിച്ചു. എവിടെ നിക്കുന്നത്? കുക്കു ഇല്ല പറഞ്ഞ ശരിയാവില്ല. മലയാളി തല പിടിച്ച് കയ്യിലട വെച്ച് ഞെക്കി അപ്പ തീരെ കണ്ടിട്ടുണ്ടാ? അയ്യോ കയ്യൊക്കെ മലയാളിയുടെ തൊടയിലത്ര വരും. അത് ശരിയാണ് കേട്ടോ. ജിമ്മ് അബദ്ധത്തിന്റെ വായത് വല്ല വീഴണം, പ്രശ്നമാവണം. എന്തിനു മലയാളി ഡിസ്ക് എടുക്കണത്? ഇത് എവിടെ ആള്? ആളെവിടെയെന്ന് കാണുന്നില്ല. പെണ്ണ് വിളിച്ചിട്ട് ലൊക്കേഷനൊക്കെ അയച്ചല്ലോ. എവിടെ ആള്? ജിം ട്രെയിനർ ആര്? ഇവനാണ് എന്നെ വിളിച്ചത്. മുതു താടിയുള്ള ഒരുത്തൻ. എവിടെ? ബോക്സറാ? ഫക്ക്. ഹലോ തിരക്കാ. ഒരാളെ ഇങ്ങനെയാണോ ഒഴിവാക്കുന്നത്? മോനെ അങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് സ്പോട്ടിലാണ്ടാ ബാബുവിന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന. സ്പോട്ടില് പഴയ ബാബുക്ക് തിരിച്ചെത്തി. ഹലോ Hello. So how do I reduce the notification noise of my phone? Just take the phone settings. Yeah.